ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. 17 ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം. സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും KTC ബാങ്കിന് സ്വന്തം. ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. CPI ലോകമലേശ്വരം ലോക്കൽ സമ്മേളനം നടന്നു. ചന്തപുര MIT ഹാളിൽ വെച്ച് നടന്ന സമ്മേളനം CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KV വസന്തകുമാർ ഉദ്ഘാടനം ചെയ്തു. വിശാലമായ കൂട്ടായ്മ സഖ്യം രൂപീകരിക്കണമെന്ന് ആ പ്രമേയത്തോടു കൂടിയാണ് പാർട്ടി കോൺഗ്രസ് സമാപിച്ചത്. ഇപ്പൊ 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടന്നു. പിന്നെ ഇടതുപക്ഷ പാർട്ടികളും മതേതര ജനാധിപത്യ പാർട്ടികളും അടക്കമുള്ള ഒരു വിശാല സഖ്യം രൂപീകരിക്കുന്നതിന് നമ്മുടെ പാർട്ടി മുൻകൈ എടുക്കണം എന്നാണ് തീരുമാനിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മുടെ പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി D രാജ അടക്കമുള്ള സീതാറാം യെച്ചൂരിയെ പോലെയുള്ള CPM-ന്റെ മുൻ ജനറൽ സെക്രട്ടറി അടക്കമുള്ള സഖാക്കൾ മുൻകൈ എടുത്തു. എന്തെങ്കിലും ഒരു ഇടതുപക്ഷ മതേതര ജനാധിപത്യ പാർട്ടികളുടെ വിശാലമായ സഖ്യം രൂപീകരിച്ചു. ആ സഖ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ നമ്മൾ നേരിട്ടത്. അതിൽ കോൺഗ്രസ് അടക്കമുള്ള, സ്റ്റാലിന്റെ പാർട്ടി അടക്കമുള്ള, മമതാ ബാനർജിയുടെ പാർട്ടി അടക്കമുള്ള ഇന്ത്യയിലെ മതേതര ജനാധിപത്യ പാർട്ടികളുടെ ഒരു വിശാല സഖ്യമാണ് രൂപീകരിച്ചത്. ആ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി ഗവൺമെന്റിനെ പുറത്താക്കണം എന്ന് തന്നെയാണ് നമ്മുടെ പാർട്ടിയുടെ ഇപ്പോഴത്തെയും അപ്പോഴത്തെയും അഭിപ്രായം. 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സംഘപരിവാറിന് രാജ്യത്ത് 240 സീറ്റാണ് കിട്ടിയത്. രാജ്യം ഭരിക്കാനുള്ള ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല സംഘപരിവാർ. തെലുങ്ക് ദേശം പാർട്ടിയും യുണൈറ്റഡ് ജനതാദളിനെയും ചേർത്ത് ഒരു മുന്നണി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സംഘപരിവാറിന്റെ ഗവൺമെന്റ് രാജ്യം ഭരിക്കുന്നത്. CPI സംസ്ഥാന കൗൺസിൽ അംഗം KG ശിവാനന്ദൻ, VR സുനിൽകുമാർ MLA, CC വിപിൻ ചന്ദ്രൻ, PP സുഭാഷ് എന്നിവർ പ്രസംഗിച്ചു. KK രാജേന്ദ്രൻ സ്വാഗതവും കളത്തേരി ബാബു നന്ദിയും പറഞ്ഞു. അറക്കത്താഴം പാടശേഖരത്തിലെ വെള്ളക്കെട്ട് അടിയന്തര നടപടികളിലൂടെ പരിഹരിച്ച് പാടശേഖരത്തെ കൃഷിയോഗ്യമാക്കണമെന്നും CI ജംഗ്ഷനിൽ വെഹിക്കുലർ അണ്ടർപാസ് അല്ലെങ്കിൽ ലോവർ വെഹിക്കുലർ അണ്ടർപാസ് അനുവദിക്കണമെന്നും സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. PB ഖൈസിനെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു.